കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ ലോറി മറിഞ്ഞ് അപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിലെ ഗ്യാസ് പൈപ്പ് ലൈൻ കുഴി കാരണം കാർ എതിർവശത്തേക്ക് കയറിയതാണ് അപകട കാരണം. അർജുൻ കല്യാട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അർജുൻ കല്യാട്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സുജിയ പാർവതി, റോഡിലുള്ള കുഴി ഒരു അപകടത്തിന് കൂടി വഴിവെച്ചിരിക്കുകയാണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ ഈ കാറിൻ്റെയും ലോറിയുടെയും ഒക്കെ അതിനകത്തുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഒരു നാഷണൽ പെർമിറ്റ് ലോറി അങ്ങനെ തന്നെ റോഡിന് ഒരു മറിഞ്ഞ് വീഴുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെ എതിർദിശയിൽ കടന്നു വന്നിട്ടുള്ള കാറാണ് ഇത്തരത്തിൽ വലതുവശത്തേക്ക് വാഹനം വെട്ടിക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഈ ലോറി മറിഞ്ഞ് വീഴുകയും ചെയ്തത്. ഈ കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടം നടന്നത് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി. നമുക്ക് ഈ കുഴി, റോഡിലെ കുഴിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത് സെൻട്രൽ ജയിലിന് മുന്നിലുള്ള ഒരു സ്ഥലമാണ്. ആ സെൻട്രൽ ജയിലിന് മുന്നിലാണ് ഇത്തരത്തിൽ ഗ്യാസ് പൈപ്പ് ലൈനിന് വേണ്ടി കുറേ ദിവസമായി, 1-2 ദിവസം ഒന്നുമല്ല, ഏകദേശം ഒരു 2-3 ആഴ്ചയായി ഈ കുഴി ഇങ്ങനെ ഇവിടെ കുഴിച്ചു വെച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കുഴി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന തളിപ്പറമ്പ് ഭാഗത്തു നിന്നും കണ്ണൂരിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ അല്പം വലതുവശം ചേർന്നാണ്, അല്ലെങ്കിൽ വലതുവശത്തേക്ക് അടുപ്പിച്ചാണ് വാഹനങ്ങൾ സാധാരണ രീതിയിൽ കടന്നു പോകാറുള്ളത്. ഇന്നലെ ഈ അപകടം ഇന്ന് രാവിലെയോ ആണ് സംഭവിക്കുന്നത്. ഈ കടന്നു വന്നിട്ടുള്ള കാർ ഡ്രൈവർ വലതുവശത്തേക്ക് വാഹനം അടുപ്പിക്കുന്നു. എതിർ ദിശയിൽ നിന്ന് വന്ന്, അതായത് കണ്ണൂർ ഭാഗത്തു നിന്ന് വന്ന് ഈ നാഷണൽ പെർമിറ്റ് ലോറി ഈ പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയിൽ ലോറി ഡ്രൈവർ അത്തരത്തിൽ അവരുടെ വലതുവശത്തേക്ക് അടുപ്പിക്കുകയും അങ്ങനെ ഈ ലോറി മറിഞ്ഞ് അപകടം സംഭവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ കുഴി വലിയൊരു അപകട ഭീഷണിയാണ് എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ഇവിടെയുള്ള ട്രാഫിക് എക്സൈ ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പരിക്കുകളില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ 2 പേർക്കും, അതായത് കാറിലെയും ലോറിയിലെയും ആൾക്കാർക്ക് പരിക്കുകളൊന്നുമില്ല. ചെറിയ പരിക്കുകളേ ഉള്ളൂ, പുറമേ കാണാൻ പരിക്കുകളൊന്നുമില്ല, ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് ലോറി ഡ്രൈവർ ഇവിടെ AKG ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കാറിൻ്റെ ഡ്രൈവറെ പിന്നെ ഇതിന് ശേഷം പറഞ്ഞത് ഇപ്പോൾ ചെറിയൊരു വേദന, തലക്ക് നെഞ്ഞിന് കുറച്ച് വേദനയുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആ കുഴി തന്നെയാണ് എന്നുള്ളതാണ്. അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം ആ കുഴി തന്നെയാണ്. കാരണം ഇത് അതിനു മുമ്പേ കാർ ഡ്രൈവറോട് ഞാൻ സംസാരിച്ചിരുന്നു. കാർ ഡ്രൈവർ പറഞ്ഞ ഒരു കോൾ വന്നിരുന്നു, ഒരു ഫോൺ വന്നിരുന്നെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഫോൺ വെച്ച ശേഷം പിന്നെ അയാളെ മുന്നോട്ട് വരുമ്പോൾ ഈ കുഴിയെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് കുഴി കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വെട്ടിച്ച് കുറച്ച്, ആ സമയത്താണ് അടിക്കുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഈ പറയുന്ന ലോറിയൊക്കെ മറിഞ്ഞു കാണുമ്പോൾ വലിയ ഭീകരത നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ തന്നെ മറിഞ്ഞു വീഴിരിക്കുകയാണ്. ഈ ഒരു അപകടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ഈ കുഴിയാണ്. റോഡിലെ ഗ്യാസ് പൈപ്പ് ലൈൻ കുഴിയുണ്ട്. അവിടെയാണ് നാഷണൽ പെർമിറ്റ് ലോറി മറിഞ്ഞു കിടക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലാണ് ഈ അപകടം ഉണ്ടായത്. അവിടെ സംഭവ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ടാണ് അർജുൻ കല്യാട് പങ്കുവച്ചത്.